من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യനായിട്ടുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ടും തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ ഏവരെയും ആമുഖമായി നടത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദത്തിന്റെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ പകുതി നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസി പിന്നിട്ട് അതിന്റെ രാത്രി എന്തുമാത്രം തഖ്വ സംഭരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നു. പരമാവധി തഖ്വയാകുന്ന ഇന്ധനം സംഭരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ ഒട്ടേറെ പ്രത്യേകതകളുള്ള മാസമാണ്. അതിലൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയതാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. വിശുദ്ധ റമദാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതുതന്നെയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ റമദാൻ മറ്റ് പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തിന് കൂടി റമദാൻ സാക്ഷി. അത് റമദാൻ 17 സംഭവിച്ചിട്ടുള്ള ശിർക്കും കുഫറും തമ്മിലുള്ള, ശിർക്കും തൗഹീദും തമ്മിലുള്ള, സത്യവും അസത്യവും തമ്മിലുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലത്തും ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടമാണ് ബദർ എന്ന് പറയുന്നത്. അത് ഈ ഒരു പരിശുദ്ധ റമദാനിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ സ്ഥലത്ത് ഖുർആനിന്റെ മറ്റൊരു പേരായിക്കൊണ്ട് ഫുർഖാൻ, അൽ ഫുർഖാൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇതേ അൽ ഫുർഖാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ബദർ യുദ്ധത്തെ വിശേഷിപ്പിച്ചത് പരിചയപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിൽ 8-ാം അധ്യായത്തിൽ 41-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, ഇൻ കുൻതും ആമൻതും ബില്ലാഹി വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ് ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ആ പോരാട്ടം. യൗമൽ ഫുർഖാൻ, അല്ലാഹു അതിനെ വിശേഷിപ്പിച്ചത് അൽ ഫുർഖാൻ, യൗമുൽ ഫുർഖാൻ. ഖുർആനിലെ സത്യാസത്യ വിവേചനമെന്ന് അല്ലാഹു വിശേഷിപ്പിച്ചതുപോലെ ബദറിനെ പറ്റി പരിചയപ്പെടുത്തി യൗമുൽ ഫുർഖാനാണ്. സത്യവും അസത്യവും വേർതിരിച്ച് വ്യക്തമായിട്ടുള്ള ധർമ്മവും അധർമ്മവും അതുപോലെ തന്നെ ശിർക്കും തൗഹീദും കൃത്യമായിക്കൊണ്ട് വിവച്ഛേദിക്കപ്പെട്ടിട്ടുള്ള, കൃത്യമായിക്കൊണ്ട് അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ദിവസം യൗമുൽ ഫുർഖാൻ, യൗമു ബദർ. ബദർ യുദ്ധം നടന്ന ദിവസമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായിരുന്നു ബദർ എന്ന് പറയുന്നത്. ഈ ബദർ എല്ലാ പരിശുദ്ധ റമദാനും നമ്മളിങ്ങനെ വരുമ്പോ ബദറിനെ കുറിച്ച് മനസ്സിലാക്കാറുണ്ട്. അത് കേവലം ഒരു ചരിത്രം കേൾക്കുന്ന ലാഘവത്തോടുകൂടി ഒരു ചെവിയിലൂടെ കേട്ട് ആസ്വദിച്ച് മറ്റേ ചെവിയിലൂടെ പോകാനുള്ളതല്ല, വിട്ടയക്കാനുള്ളതല്ല. മറിച്ച് ഈ യൗമുൽ ഫുർഖാൻ, ഈ ബദർ ദിനത്തെ സംബന്ധിച്ച്, ബദർ യുദ്ധത്തെ സംബന്ധിച്ച് വലിയ വലിയ പാഠങ്ങൾ, വലിയ ഗുണപാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഖുതുബ പറയാൻ വേണ്ടിയിട്ടുള്ള വിഷയമായിക്കൊണ്ട് ആലങ്കാരികമായിക്കൊണ്ട് പറയുന്നതല്ല. ബദറിൽ പാഠങ്ങളുണ്ട് എന്നുള്ളത് അല്ലാഹു പറഞ്ഞതാ. അല്ലാഹു പറഞ്ഞതാ ബദറിൽ പാഠങ്ങളുണ്ട് വിശ്വാസികൾക്ക്. വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് കാന ലകും ആയ ഫീ ഫിഅതൈനി ഇൽതഖതാ ഫിഅതുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. പഠിപ്പിക്കുകയാണ്, അത് കാലലക്കും ആയ, നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, പാഠങ്ങളുണ്ട്. എന്തിൽ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ആ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയില്ലേ, അതിൽ ആ പോരാട്ടത്തിൽ നിങ്ങൾക്ക് ആയത്തുണ്ട്, നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾക്ക് പാഠങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാമാണ് ആ പാഠങ്ങൾ, എന്തെല്ലാമാണ് ബദർ നമ്മോട് പറയുന്നത്, ഞാൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് എന്ന് കൃത്യമായി ഓരോ വിശ്വാസിയും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ സംഗതി, ബദറിനെ പറ്റി പറയുമ്പോൾ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള പാഠമെന്ന് പറയുന്നത് അത് തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു ബദർ എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ ഗുണപാഠം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള, അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദിന്റെ ഔന്നത്യത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടമാണ് ബദർ എന്ന് പറയുന്നത്. ഇത് തൗഹീദാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഏകദൈവാരാധനക്ക് വേണ്ടിയിട്ട്, അല്ലാഹുവിനെ മാത്രമേ ഇബാദത്തുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെല്ലാ ഇലാഹുകളെയും ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനെയെല്ലാം നിരാകരിക്കുന്ന യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അവിടെ അല്ലാഹുവിന്റെ ഏകത്വം, വഹ്ദാനിയത്തിന് വേണ്ടിയിട്ടാണ് ബദർ. ബദറിന്റെ കാതൽ എന്ന് പറയുന്നത്, ബദറിന്റെ അന്തസത്ത എന്ന് പറയുന്നത് തൗഹീദാണ്. അതില്ലാതെ ബദറില്ല, ആ തൗഹീദില്ലാതെ ബദറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, തൗഹീദ് ഉള്ളത് കൊണ്ടാണ്, അചഞ്ചലമായിട്ടുള്ള അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ് അവിടെ അല്ലാഹുവിന്റെ സഹായമുണ്ടായത്, അവർക്ക് നിർഭയത്വമുണ്ടായത്, അവർ ആത്മവിശ്വാസത്തോടുകൂടി വിജയിച്ചു കയറിയത്. അതുകൊണ്ടാണ് ആ തൗഹീദിന്റെ ഗരിമയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൗഹീദ് അവർക്ക് നൽകുന്ന നിർഭയത്വം, അതിന്റെ ഉടമകൾക്ക് നൽകുന്ന നിർഭയത്വം വല്ലാത്തതാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തൗഹീദിന്റെ ആളുകൾക്ക് നിർഭയത്വമുണ്ടാകും. അല്ലാഹു പറഞ്ഞതാണ്, ബദർ നടക്കാനിരിക്കുന്ന തലേ ദിവസം നാളെ വലിയൊരു പോരാട്ടം നടക്കുകയാണ്.
നാളെ വലിയൊരു പോരാട്ടം നടക്കുകയാണ്, എല്ലാവർക്കും അറിയാം അല്ലെ. ഒരുപാട് ആളുകൾ ഷഹീദാവും, യാതൊരു സംശയവുമില്ല. വിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് 300 ചില്ലാൻ വരുന്ന സ്വഹാബാക്കളാണ്. സാധുക്കളായിട്ടുള്ള, സന്നാഹങ്ങളില്ലാത്ത, കോപ്പുകളില്ലാത്ത 2 കുതിരയും കേവലം 70 ഒട്ടകങ്ങളും മാത്രമുള്ള ഒരു പട്ടിണി പാവങ്ങളായിട്ടുള്ള 313 പേർ. മറുപക്ഷത്തോ സർവ്വവിധ സന്നാഹങ്ങളുമായി കൊണ്ട് ആയിരക്കണക്കിന് മക്കയിൽ ഖുറൈശി കൊമ്പന്മാരടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ എല്ലാവിധ സന്നാഹങ്ങളുമായി കൊണ്ട് 700ഓളം ഒട്ടകങ്ങളും ഒരുപാട് 100-ലധികം കുതിരകളും ആയുധങ്ങളുമായി കൊണ്ട് മറ്റൊരു ഭാഗത്ത്. നാളെ യുദ്ധം നടക്കാൻ പോവാണ്. തലേ ദിവസം വിശ്വാസികളുടെ നിലപാടെന്തായിരുന്നു? ആർക്കെങ്കിലും മര്യാദക്ക് കിടന്നുറങ്ങാൻ കഴിയുമോ? മര്യാദക്കൊന്ന് കിടന്നുറങ്ങാൻ കഴിയുമോ? പക്ഷേ വിശ്വാസികൾ തലേ ദിവസം അവർ പ്രാർത്ഥനയിൽ മുഴുകി. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൃത്യമായിക്കൊണ്ട് ശാന്തമായിക്കൊണ്ട് ഉറങ്ങാനുള്ള അവസരവും നൽകി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള ശാന്തിയായി സമാധാനമായി കൊണ്ട് നിങ്ങൾ മയങ്ങിക്കൊള്ളുക. അല്ലാഹു അവർക്ക് തലേ ദിവസം ഒരു മയക്കം, സമാധാനത്തിലുള്ള ശാന്തിയോടുള്ള പിറ്റേന്ന് ഊർജ്ജസ്വലമായി കൊണ്ട് ഉണരാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി ഒരു മയക്കം അല്ലാഹു അവർക്ക് നൽകിയെന്നതാണ്. ശാന്തിയോടുകൂടി അന്ന് അവര് രാത്രി അവർക്ക് കഴിച്ചുകൂട്ടാൻ സാധിച്ചു. അതെന്തുകൊണ്ടാണ്? നാളെ വലിയൊരു പോരാട്ടം നടക്കുകയാണ്, ജീവൻ ബലിയർക്കപ്പെടും, യാതൊരു സംശയവുമില്ല അല്ലെ. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവര് ആ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. മറുപക്ഷത്താകട്ടെ ആകെ ബേജാർ പ്രയാസങ്ങളാണ്. അല്ലാഹു അവർക്കിടയിൽ ഭയം വിട്ടുകൊടുത്തു. അപ്പൊ തൗഹീദുള്ള ആളുകൾക്ക് നിർഭയത്വത്തോടുകൂടി ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുമെന്ന് ബദർ നമ്മോട് പറയുന്നു. അപ്പൊ നമുക്ക് ആ ഒരു തൗഹീദ്, അചഞ്ചലമായിട്ടുള്ള തൗഹീദ് ഉണ്ടോ എങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ മനഃശക്തിയോട് മനക്കരുത്തോടുകൂടി നേരിടാനുള്ള ത്രാണി അല്ലാഹു നമുക്ക് നൽകും. നമ്മൾ യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തൗഹീദാണ് വിശുദ്ധ ഈ ബദർ യുദ്ധം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു പാഠമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, തവക്കുലിന്റെ ഏറ്റവും വലിയൊരു പാഠമാണ് ബദർ നമ്മോട് പറയുന്നത്. അതിൽ ചുരുക്കം അല്ലാഹുവിൽ തവക്കുലാക്കി ഇറങ്ങുകയാണ്, അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ വെറുതെ കൈ കെട്ടിയിരിക്കലല്ല. അതാണ് റസൂൽ പറഞ്ഞത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ വെറുതെ കൈ കെട്ടിയിരിക്കില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ടുള്ള ആസൂത്രണങ്ങൾ നടത്തി, കൃത്യമായി കൊണ്ടുള്ള പ്ലാനിങ്ങൾ നടത്തി അല്ലെ, കൂടിയാലോചിച്ചു, കൃത്യമായി കൊള്ള യുദ്ധ തന്ത്രങ്ങൾ മെനഞ്ഞു. എന്നിട്ടാണ് അല്ലാഹുവിനെ തവക്കുലാക്കുന്നത്. അതാണ് റസൂൽ പറഞ്ഞത്. അങ്ങനെ തവക്കുലാക്കേണ്ടത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, എന്നിട്ട് തവക്കുൽ അല്ലെ. റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിടണം, എന്നിട്ട് തവക്കുലാക്കുക. ഒട്ടകത്തെ കെട്ടുക, എന്നിട്ട് തവക്കുലാക്കുക. ഇതേപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളും അവർ ചെയ്യാനുള്ളത് ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുക. എന്താ അവരുടെ കയ്യിൽ? പൊട്ടിയ വാളും പൊട്ടിയ വയറുമായി കൊണ്ടാണ്, കാലി വയറുമായി കൊണ്ടാണ്. പരിശുദ്ധ റമദാനാണ്, നോമ്പെടുത്തവരാണ്, ക്ഷീണിച്ചവരാണ്. അതിൽ അവർക്കുള്ള ഊർജവും അവർക്കുള്ള ആവേശവും ആ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തതിലൂടെ ലഭിക്കുകയാണ്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് കൃത്യമായി കൊണ്ട് അവർ ഇറങ്ങുകയാണ്. ഭൗതിക സാഹചര്യങ്ങൾ എത്ര എതിരായാലും ശരി, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും, അല്ലാഹു കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം. ഭൗതിക സാഹചര്യങ്ങൾ എത്ര എതിരായാലും ശരി, അല്ലാഹുവിന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ്, തവക്കുൽ ചെയ്തുകൊണ്ടാണ് ആ സ്വഹാബാക്കൾ ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അങ്ങനെ തവക്കുൽ ചെയ്യാൻ, റബ്ബിൽ തവക്കുലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിൽ യഥാർത്ഥത്തിൽ തവക്കുലാക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കുറേ സ്ഥലങ്ങൾ പറയുന്നത് അവര് അവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ്. അങ്ങനെ തവക്കുലാക്കിയപ്പോ അല്ലാഹുവിന്റെ സഹായം ലഭിച്ചു.
അള്ളാഹുവിന്റെ സഹായം ലഭിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദ് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി കൊടുത്തുകൊണ്ട് 1000-ലധികം വരുന്ന മലക്കുകളെ ഇറക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു അവരെ ഏറ്റെടുക്കുകയാണ്, അവരെ സഹായിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ അള്ളാഹുവിനെ തവക്കൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണോ? അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് ബദർ നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്നും പറയുന്നത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ബദർ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. വഖാല റബ്ബുകും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്നോട് തേട്, അസ്തജിബ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു പറയാ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോടുള്ള ഈ പ്രാർത്ഥനയിൽ, ദുആയിൽ, ഇബാദത്തിൽ ആരാണോ ഗർവ്വം നടിച്ചു തിരിഞ്ഞു കളയുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, നിന്ദരായിക്കൊണ്ടവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. അല്ലേ? അപ്പൊ പ്രാർത്ഥന വളരെ നിർബന്ധമാണ്. എല്ലാ കാര്യത്തിനും റബ്ബിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. കൃത്യമായിക്കൊണ്ട് റബ്ബിനോട് ഏതൊരു കാര്യത്തെ പറ്റി ചോദിക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. 25-ാം അധ്യായം 77-ാമത്തെ സൂക്തമാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എങ്ങനെ പരിഗണിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ? ചോദിക്കുക, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കണോ? റബ്ബിനോട് പറയും, എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറയൂ, റബ്ബിനോട് ചോദിക്കൂ, എങ്കിൽ മാത്രമേ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്, മാതൃകയായിക്കൊണ്ട്. ഇതേത് സന്ദർഭത്തിലും ആ റബ്ബിങ്കിലേക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് മഹാനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിന്റെ തലേന്ന് പ്രവാചകരും അനുയായികളും പ്രാർത്ഥനയിൽ കർമ്മനിരതമായിക്കൊണ്ട് മുഴുകിയത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഹദീസുകളിൽ ആ പ്രാർത്ഥന നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. രാത്രി, ബദറിന്റെ തലേന്ന് രാത്രി കരങ്ങൾ ഉയർത്തി അദ്ദേഹത്തിന്റെ മേൽമുണ്ട് താഴേക്ക് വീഴുമാറി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി. അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്തത് എനിക്ക് നടപ്പിലാക്കി തരണമേ, നീ വാഗ്ദാനം ചെയ്തത് പോൽ പാലിക്കണമേ. ഇതാ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഭൂമി ലോകത്തിൽ എടുക്കാൻ ഒരു സംഘം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, നീ വാഗ്ദത്തം ചെയ്തത് കൃത്യമായി കൊണ്ട് നടപ്പിലാക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനമൊരുക്കി ബദറിന്റെ തലേന്ന് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. സഹാബത്ത് വന്നു നോക്കുമ്പോഴൊക്കെ പ്രവാചകൻ പ്രാർത്ഥനയിലാണ്, നിരന്തരമായി കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ബദർ നടന്നത്. ഇതേ സമയത്ത് മറുവശത്ത് അബൂജഹലും പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലാഹുവിനോട്. അല്ലാഹുവിനെ ആരാധിക്കണം എന്നുള്ള വിഷയത്തിലല്ല ബദർ നടന്നത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ള വിഷയത്തിലാണ് ബദർ നടന്നത്. അത് വലിയ വ്യത്യാസം, അത് വലിയ ഡിഫറൻസ് ആണ്. അല്ലാഹു ഇല്ല എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല ബദർ നടന്നത്, അല്ലെങ്കിൽ അല്ലാഹുവിനെ ആരാധിക്കണം എന്നുള്ള തർക്ക വിഷയത്തിലും അല്ല ബദർ നടന്നത്. മറിച്ച് തർക്കം എവിടെ കിടക്കുന്നത്, ഇതിന്റെ കാതൽ എന്ന് പറയുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക. അവിടെയാണ് ബദർ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബൂജഹൽ പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്. ആ സന്ദർഭത്തിൽ
അവർ കുടുങ്ങിയ സന്ദർഭത്തിൽ പ്രയാസത്തിന്റെ വിഷമത്തിന്റെ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെന്താ വ്യത്യാസം? അള്ളാഹുവും റസൂലും തമ്മിൽ അബൂജഹലും റസൂലും തമ്മിൽ വ്യത്യാസമാണ്. അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, ലാത്തയോട് പ്രാർത്ഥിക്കും, ഉസ്സയോട് പ്രാർത്ഥിക്കും, മനാത്തിനോട് പറയും, സങ്കടങ്ങൾ പറയും, അപരാധികൾ പറയും, നേർച്ചകൾ അർപ്പിക്കും, അല്ലേ? പക്ഷേ തർക്കം എവിടെയാ? അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നിടത്താണ്. അബൂജഹലും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടുകയാണ്. സത്യത്തിന്റെ സംഘത്തെ നീ വിജയിപ്പിക്കണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആര്? റസൂലല്ല, അബൂജഹൽ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തർക്കം കിടക്കുന്നത് എവിടെയാണ്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് ബദർ നടന്നത്. അത് തന്നെയാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം. ഏത് സന്ദർഭത്തിലും ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലും റബ്ബിങ്കിലേക്ക് മാത്രമേ കരങ്ങൾ ഉയർത്താവൂ, അവന്റെ സവിധത്തിലേക്ക് മാത്രമേ സങ്കടങ്ങൾ ബോധിപ്പിക്കാവൂ. മഹാനായിട്ടുള്ള യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, അല്ലേ? സങ്കടക്കടലിൽ ജീവിച്ച ആളായിരുന്നു യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മകന്റെ തിരോധാനം വല്ലാത്ത വേദനപ്പെടുത്തിയിട്ടുണ്ട്, അവിടുത്തെ വല്ലാത്ത പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ചകൾ പോയിട്ടുണ്ട്. അങ്ങനെ സങ്കടക്കടലിൽ ജീവിച്ച യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പറയുന്നുണ്ട്, ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. ഞാനിതാ എന്റെ സങ്കടങ്ങൾ, എന്റെ വേവലാതികൾ, എന്റെ മനോവേദകൾ, എന്റെ മനപ്രയാസങ്ങൾ ഞാനിതാ എന്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിട്ടുള്ള യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിനോട്. സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ അവന്റെ അടുക്കിലേക്ക് മാത്രം കരങ്ങൾ ഉയർത്തുക എന്നുള്ള വലിയ പാഠമാണ് ബദർ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു വലിയൊരു പാഠമുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ്. അത് മുശാവറയുടെ പ്രാധാന്യം ബദർ നിർണായകമായിരുന്നു എന്നുള്ളതാണ്, അല്ലെ? പറഞ്ഞു കാര്യങ്ങൾ കൂടിയാലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു ചേർത്തു. ഒരു ഭാഗത്ത് അബൂ സുഫിയാൻ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം, മറുഭാഗത്ത് സർവ്വസന്നാഹങ്ങളുമായി കൊണ്ടുള്ള ഖുറൈശി പട്ടാളം. ആരെ നേരിടണം? ബദറിലേക്ക് പോണോ? യുദ്ധം ചെയ്യണോ? സ്വഹാബത്തുമായി മീറ്റിംഗ് ചേർന്നു. മുഹാജിറുകൾ വിളിച്ചു, അൻസാറുകൾ വിളിച്ചു, കൂടി ആലോചിച്ചു എന്ത് വേണം. റസൂലിനൊരു ഓർഡർ പുറപ്പെടുവിച്ചാൽ മതി. എല്ലാരും വരൂ, നീ നടന്നോളെ ബദറിലേക്ക് എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ഉണ്ടാവും, ഒന്നും കൊണ്ടുവരാം. റസൂൽ എല്ലാരും വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചു, അല്ലെ? തീരുമാനങ്ങൾ എടുക്കുകയാണ് കൂടിയാലോചനയോട്. ആ കൂട്ടത്തില് അവരിങ്ങനെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു. തീരുമാനിച്ചു, തമ്പടിക്കുന്ന സ്ഥലത്തെത്തി ഒരു ടെന്റ് കെട്ടി യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു തമ്പടിച്ചു ബദറിന്റെ ആ ഒരു സ്ഥലത്ത്. അപ്പോഴാണ് ഖബാബ് ഇബ്നു മുൻദിർ എന്ന് പറയുന്ന ഒരു സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ ടെന്റടിക്കാൻ, ഈ സ്ഥലം തെരഞ്ഞെടുക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടോ? എങ്കിൽ നമുക്കൊന്ന് പറയാം. ഇപ്പോൾ റസൂൽ പറഞ്ഞു, അല്ല, ഇതൊരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശമൊന്നും അതില്ല. ആ സമയത്ത് ഖബാബ് ഇബ്നു മുൻദിർ പറയുന്നുണ്ട്, എങ്കിൽ പ്രവാചകരെ, ഇതെല്ലാം അനുയോജ്യമായിട്ടുള്ള സ്ഥലം. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ടെന്റടിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഭാഗം ഞങ്ങളുടെ പരിധിയിൽ വരും. അവിശ്വാസികളുടെ ഭാഗത്ത് വെള്ളമില്ലാതെ അവർക്ക് പ്രയാസപ്പെടും. അത് നമുക്ക് യുദ്ധത്തിന് അനുകൂലമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഖബാബ് മുൻദിറിന്റെ അഭിപ്രായം അത് പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കൂട്ടർ അവിടുന്ന് മാറി അവിടേക്ക് ഖബാബ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ നിങ്ങൾ കൂടിയാലോചന, അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കും പറയാം. ഓനാരത് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞില്ലേ, അവനാരാ ചോദിക്കാൻ? ആ ഒരു അഭിപ്രായം, മുശാവറയിൽ വന്ന അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു, റസൂൽ അംഗീകരിച്ചു എന്ന്. അപ്പൊ നമ്മുടെ കൂട്ടായ്മയിലുമൊക്കെ ആ ഒരു മുശാവറയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബത്തിലാകട്ടെ, മറ്റുള്ള കൂട്ടായ്മകളിലാകട്ടെ, അഭിപ്രായങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം, നല്ല അച്ചടക്കമുള്ള നേതാവ്, നല്ല അച്ചടക്കമുള്ള അനുയായികളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടൊക്കെ തന്നെയാണ് വിജയം ലഭിച്ചത്. അതൊക്കെ ഇതിൽ നിർണായകമായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ബദർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ തൗഹീദിന്റെ, തവക്കുലിന്റെ, അതോടൊപ്പം തന്നെ നിശ്ചയദാർഢ്യത്തിന്റെ, ഈമാനിന്റെ, മുശാവറയുടെ, കൂടിയാലോചനയുടെ എല്ലാം വിജയമായിരുന്നു എന്ന്
നമ്മൾ തിരിച്ചറിയുക, ഇതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിന്റെ പാഠങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കുക. അങ്ങനെ നല്ല വിശ്വാസികളായിക്കൊണ്ട്, നല്ല മുഅ്മിനീകളായിക്കൊണ്ട് മരണം വരെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. സർവ്വലക്ഷണവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തക്കവുള്ളവരായിക്കൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ബദർ എന്ന് കേൾക്കുമ്പോൾ സ്വഹാബത്തിന് വല്ലാത്ത ഈമാനികമായി കൊണ്ടുള്ള ആവേശം ഉണ്ടാകുന്ന, അവരുടെ ഈമാൻ വർദ്ധിക്കുന്ന അവസരങ്ങളാണ് ഉണ്ടായിരുന്നത്. ബദറിന് ശേഷവും അവർ ജീവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബദർ ദിനങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത് പൊട്ടിയ വയറുമായിക്കൊണ്ട്, പൊട്ടിയ വാളുമായിക്കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടിയിട്ടുള്ള ഈമാനികമായിക്കൊണ്ടുള്ള ഊർജത്തിന്റെ ഓർമ്മകളാണ് സ്വഹാബത്തിന് വന്നതെങ്കിൽ, ഇന്ന് ബദർ എന്ന് കേൾക്കുമ്പോ നമ്മുടെ നാട്ടില് കാണുന്ന ചിത്രം എന്താണ്? ഒരാളുടെ മനസ്സിലേക്ക് ഇന്ന് ബദർ ദിനം അല്ലെങ്കിൽ ഇന്ന് ബദറിന്റെ ദിനമാണ് എന്ന് കേൾക്കുമ്പോ നമ്മുടെ നാട്ടിലെ ഒരാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം അറിയാം. ദമ്മിട്ട കുറെ ബിരിയാണി ചെമ്പുകൾ, ദമ്മിട്ട ബിരിയാണി ചെമ്പുകൾ, അതിന്റെ ഫോട്ടോ, അതാണ് നമ്മുടെ ചിത്രത്തിൽ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കുട്ടികളും ഒക്കെ വലിയ ആഘോഷത്തിന്റെ ഒരു പ്രതീതി, നാട്ടിലൊക്കെ ഒരു ആഘോഷത്തിന്റെ ഒരു പ്രതീതി അല്ലെ? കുട്ടികളൊക്കെ സന്തോഷത്തിലാണ്. ഇന്ന് ബദറാണ്, ഇന്ന് ബദർ ദിനാണ്, അവിടെ നേർച്ചുണ്ട്, അവിടെ ബിരിയാണിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം ആ ഒരു ഡിഫറൻസ്. അതിനാണോ ബദർ എന്ന് പറയുന്നത്? നമുക്ക് വലിയ ദമ്മിട്ട ബിരിയാണി ചെമ്പുകൾ കൊണ്ട് നേർച്ച കഴിക്കാനും ഇറച്ചിച്ചോറുണ്ടാക്കി വിതരണം ചെയ്യാനും അങ്ങനെ ഇങ്ങനെ ഒരു വിശ്വാസിക്ക് സാധിക്കും? ഞാൻ ആലോചിച്ചു, അന്ന് സ്വഹാബത്തിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഭക്ഷണമില്ല, നോമ്പാണ്, പ്രയാസാണ്. അങ്ങനെ പ്രയാസത്തിലും അരിവട്ടത്തിലും പക്ഷേ അവർക്കുണ്ടായിരുന്ന കരുത്ത് ആ ഈമാനായിരുന്നു, അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം. അതാണ് കൈബദർ. അതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്ററുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നാളെ മറ്റന്നാളൊക്കെ ആയിട്ടുണ്ട് ബദർ ദിനം, ബദർ നേർച്ച, ബദർ മൗലീദ്. ഇങ്ങനെ ആ ബദരീങ്ങളോട് പോലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നമ്മുടെ സമൂഹം. ബദർ നടന്നതിനാ അള്ളാനെ മാത്രം വിളിക്കണം കേട്ടോ, വേറെ ആരും വിളിക്കാൻ പാടില്ല. അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കണം, വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാ ബദർ നടന്നത്. പക്ഷേ അതേ ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മളെ കാണില്ലേ അല്ലേ? പച്ചയായി കൊണ്ട് ശിർക്ക് ചെയ്യുകയാണ്. PhD-യും ബിരുദങ്ങളുള്ള ആളുകൾ അവരിങ്ങനെ പറയാണ്, നോളജ് സിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ഞങ്ങൾ ബദരീങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു, പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്നു കളിക്കുകയാണ്. പ്രാർത്ഥിച്ചു ആരോട്? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോ ആ പ്രശ്നങ്ങൾ നീങ്ങി എന്ന് പച്ചയായിക്കൊണ്ട് ഡോക്ടറേറ്റും ബിരുദങ്ങളും ഒക്കെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന്റെ അവസ്ഥ പിന്നെ പറയുന്നത്, ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന, ബദരീങ്ങളെ വിളിക്കുന്ന, ഒരാപത്ത് വരുമ്പോ എന്റെ ബദരീങ്ങളെ എന്ന് കേടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. ബദറിനെ കൃത്യമായി കൊണ്ട് പഠിച്ച് എന്താണ് ബദർ എന്ന് മനസ്സിലാക്കിയില്ല. യാക്കോബിന്റെ കൂടെ എങ്ങനെ സഞ്ചരിക്കുകയാണ്? എല്ലാരും നേർച്ചക്ക് പോകുന്നു, എല്ലാരും ബിരിയാണി വാങ്ങി തിന്നത്, ഞാനും നേർച്ചയിൽ പങ്കെടുക്കും. എന്താ ബദറാണ്? എന്ത് ബദർ? പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരു യാക്കവുമായിട്ട് നമ്മൾ മാറാൻ പാടില്ല.
മറിച്ച് കൃത്യമായി കൊണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാ ബദർ നടന്നത്, എന്റെ ജീവിതത്തിൽ ബദറിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ട പാഠമെന്ത് എന്ന് കൃത്യമായി കൊണ്ട് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം, അതാണ് നമ്മുടെ ദൗത്യം. അത് നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയും ഈ സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ദൗത്യമാണ്. നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സഹോദര, എന്താണ് ബദർ എന്ന് അറിയോ? ആരാണ് ബദരീങ്ങളെന്നറിയോ? ആ ബദരീങ്ങളെ കുറിച്ച് പഠിക്കണം നമ്മൾ. ആ ബദരീങ്ങളെ ഓരോരുത്തരെ കുറിച്ചും പഠിക്കണം, അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠമെടുക്കണം. അങ്ങനെ മുന്നോട്ട് പോകാനാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ റമദാനിന്റെ സുദിനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരമാവധി ഈമാൻ സംഭരിക്കുക, പരമാവധി തഖ്വ സംഭരിക്കുക. റമദാൻ കഴിയുമ്പോൾ നഷ്ടക്കാരായി മാറരുത്. റമദാൻ കഴിയുമ്പോൾ ശിർക്കിന്റെ പ്രചാരകരായിട്ട് മാറുന്ന ഒരു അവസ്ഥ ബദർ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത്യന്തം അപകടകരമാണ് സാഹചര്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈമാനിനെയും നമ്മുടെ തഖ്വയെയും ചോർന്നു പോകാതെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഈ പരിശുദ്ധ റമദാനിന്റെ സുദിനങ്ങളെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഈമാനിന് കളങ്കം സംഭവിക്കാതെ, ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കാതെ, ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ തൗഹീദിൽ സുന്നത്തിൽ ജീവിച്ചു മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, കുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാൻ പ്രയാസപ്പെടുന്ന വീടുകളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ അവർക്ക് നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു രോഗിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഹോദരൻ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആള് ക്യാൻസർ ആയിക്കൊണ്ട് രോഗാവസ്ഥയിലാണ്. നമ്മുടെ ആത്മാർത്ഥമായിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് എല്ലാവിധ ശാന്തിയും സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ ചെറിയ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ നിങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. നാളെ ഖുർആനും അതുപോലെ തന്നെ നോമ്പും ആ ശഫാഅത്ത് അനുകൂലമായി കൊണ്ട് ശഫാഅത്ത് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിലെ മനോവിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, വരും ദിനരാത്രങ്ങളിൽ കൂടുതൽ വിവാദത്തെടുത്ത് ഇതിലേക്ക് അടുക്കുവാനും തഖ്വ സംഭരിക്കുവാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം. ربنا تقبل منا انك انت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.